തൃശൂർ, അരിമ്പൂർ, അന്തിക്കാട് പ്രദേശങ്ങളിലെ 2400-ലധികം ഏക്കർ കൃഷി വെള്ളം ലഭിക്കാതെ കരിഞ്ഞുണങ്ങുകയാണ്. വെള്ളം നൽകാതെ കർഷകരെ ദുരിതത്തിലാക്കിയ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട്. 2 ദിവസത്തിനകം വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാവുക എന്ന് കർഷകർ പറയുന്നുണ്ട്. അരിമ്പൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വിളക്കുമാടം പടവിലെ 300 ഏക്കർ, തോട്ടുപുരയിലെ 100 ഏക്കർ, കൊടയാട്ടിയിലെ 250 ഏക്കർ, അന്തിക്കാട് പഞ്ചായത്തിലെ പടവിൽ 1800 ഏക്കർ എന്നിവിടങ്ങളിലാണ് വെള്ളം കിട്ടാതെ കർഷകർ ദുരിതത്തിലായത്. വിത കഴിഞ്ഞ് 80 ദിവസം കഴിഞ്ഞ പാടശേഖരങ്ങളാണിവ. കൊയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 2 ആഴ്ചയിലധികമായി കൃഷിയിടത്തിലേക്ക് വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ്. ചിമ്മിനി ഡാമിൽ നിന്നും വരുന്ന വെള്ളം ഇടയിൽ വെച്ച് തടയണ നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് ലഭിക്കാത്ത സാഹചര്യമാണെന്ന് കർഷകർ പറഞ്ഞു. ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടികൾ മാത്രമാണ് ഉള്ളതെന്നാണ് പരാതി. വെള്ളം തുറന്നുവിട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ പാടശേഖരത്തെ പുറംചാലിൽ വെള്ളമെത്തിയിട്ടില്ല. ചാലുകൾ വറ്റി വരണ്ടു തുടങ്ങി. വെള്ളമില്ലാതായതോടെ നെല്ലിൽ പുളി കയറി കരിഞ്ഞു തുടങ്ങിയതായി കർഷകർ പറയുന്നു. ജനുവരി 22 ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നമായിട്ട് ഞങ്ങൾ ദിനദിനമായിട്ട് KLDC ഉദ്യോഗസ്ഥന്മാർ, ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വെള്ളമില്ലാതെ നെല്ല് വന്ന് കതിര് വന്നിട്ട് ഇപ്പോൾ കരിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ വെള്ളം വേണം. അവർ പറഞ്ഞ് വെള്ളം വിട്ടിരുന്നു പറഞ്ഞിട്ടും ഇവിടെ ഇതുവരെ തുള്ളി വെള്ളം നമുക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പാടവിലേക്ക് വെള്ളത്താതെ കൃഷി നശിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ 2 ദിവസം കൂടി വെള്ളം എത്തിയില്ലെങ്കിൽ ഈ നെല്ല് മുഴുവൻ നമുക്ക് കത്തിച്ചാലുള്ള അവസ്ഥയിലേക്ക് പോകും. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അധികൃതരോ വിവരങ്ങൾ അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്ന കർഷക സംഘം സെക്രട്ടറി K. രാഗേഷ് പറയുന്നു. ഇത്ര ദിവസമായി കർഷകർ ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് കൃഷി വകുപ്പിന്റെ ടീമോ ഇറിഗേഷന്റെ ഉദ്യോഗസ്ഥരോ ഇതുവരെയായിട്ടും ഈ പ്രദേശത്തേക്ക് പോലും വന്നിട്ടില്ല. ഇത് ശക്തമായ പ്രതിഷേധമാണ് കർഷക സംഘം. കാരണം ഇറിഗേഷൻ ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ പോവാണ്. കർഷകർ വെള്ളം കിട്ടാതെ വലിയുന്ന അവസ്ഥയിലും ചിലയിടത്ത് കൊയ്ത്ത് കഴിഞ്ഞു കിടക്കുന്ന പാടങ്ങളിൽ താറാവ് കൃഷിക്കായി ഇറിഗേഷൻ അധികൃതരുടെ ഒത്താശയിൽ പാടത്ത് വെള്ളം നിറച്ചു കൊടുക്കുന്ന പ്രവണതയുണ്ടെന്നും ആക്ഷേപമുണ്ട്. അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടാവുക. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെതിരെ പരസ്യമായ പ്രതിഷേധ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് കർഷകർ. അമൃത ന്യൂസ്, തൃശൂർ.